അശ്വതി, കൊച്ചിയിലെ ഈദ് നമസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായോ? ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? ലിബേഷ്, കലൂർ സ്റ്റേഡിയത്തിലാണ് പ്രധാനമായും ഈദ് നമസ്കാരം ഉണ്ടായിരുന്നത്. ഇവിടെ മഹല്ല് കമ്മിറ്റികളുടെ ഈ ഈദ്ഗാഹ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പുല്ലേപ്പടി ജുമാ മസ്ജിദ് ഇമാം സലാഹുദ്ദീൻ മദ്നി ആണ് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. നിരവധി ആളുകളാണ് ഇവിടെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. നിരവധി ആളുകൾ വീടുകളിലുമുണ്ട്. ഇവിടെ മാത്രമല്ല, നിരവധി പള്ളികളിൽ, അത് പുല്ലേപ്പടി അടക്കമുള്ള പള്ളികളിൽ, കലൂര് ഉള്ള ഇടങ്ങളിൽ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ ഈദ്ഗാഹ് ഉണ്ടായിരുന്നു. ഈദ് നമസ്കാരം ഇന്ന് ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ഏറ്റവും വലിയ ഈദ്ഗാഹ് നടന്നത്, അതായത് ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നത് കലൂരിലാണ്. നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വലിയ ഈ വ്രതാനുഷ്ഠാനത്തിന്റെ ഒക്കെ അവസാന നിമിഷത്തിലാണ് ഇന്ന് ഈ ഈദ് നമസ്കാരം ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഈ വെയിലിനെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ വ്രതം തോറ്റത്. ഇവരെല്ലാവരും തന്നെ വ്രതം അനുഷ്ഠിച്ചത്. അതിനുശേഷം ഏറ്റവും ഒടുവിലായിട്ട് ഈ ഈദ് നമസ്കാരം എന്ന് പറയുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നിരവധി ആളുകൾ, എറണാകുളത്ത് ഉള്ള നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയത്, ഈദ് നമസ്കാരത്തിനായി എത്തിയത്. അതോടൊപ്പം തന്നെ വീടുകളിലും വിവിധ പള്ളികളിലും ഒക്കെ തന്നെ ഈദ് നമസ്കാരം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കലൂർ സ്റ്റേഡിയത്തിൽ നടന്നതാണ്. നിരവധി പ്രമുഖരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഈദ് നമസ്കാരം അവസാനിച്ചിരിക്കുകയാണ്. ലിബി, ശരി അശ്വതി. കോഴിക്കോട് നിന്ന് മേഘന മുരളി ചേരുന്നു. മേഘന, നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് കോഴിക്കോട് കടപ്പുറത്ത് അലയടിച്ച വിശ്വാസ സാഗരം. ഇപ്പോൾ ആ ചടങ്ങുകളെല്ലാം പൂർത്തിയായോ? വിശ്വാസികൾ ആഘോഷങ്ങളിലേക്ക് ഇറങ്ങിയോ? ലിബീഷ്, മലബാറിനെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈദ് ആഘോഷം എന്ന് പറയുന്നത്, ചെറിയ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിട്ടുണ്ട്. വലിയ തരത്തിൽ, അതായത് നിരവധി വിശ്വാസികളാണ് ഈ ഒരു ഈദ് നമസ്കാരത്തിനും മറ്റുമായി പങ്കെടുത്തത്. കോഴിക്കോട് ജില്ലയിലെ പ്രധാന ഈദ്ഗാഹ് നടന്നത് കോഴിക്കോട് കടപ്പുറത്തായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ ദൃശ്യങ്ങൾ കണ്ടതാണ്. അതായത് അത്രയധികം വിശ്വാസികളാണ് ഈ കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകിയെത്തിയത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു വിശ്വാസികളുടെ ഒഴുക്കുണ്ടായിരുന്നു. മാത്രമല്ല, മലബാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ, മലബാർ എന്ന് പറയുന്നത് ഏത് ആഘോഷമാണെങ്കിലും അത്രത്തോളം മനോഹരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ജനതയാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം മനോഹരമായിരുന്നു ഇവിടുന്നുള്ള ദൃശ്യങ്ങളും. അത്രയധികം വിശ്വാസികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈദ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈദ് നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഡോക്ടർ ഹുസൈൻ മടവൂറിന്റെ നേതൃത്വത്തിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണങ്ങളിലും അത്രയും കാലികമായി സംസാരിക്കുന്നുണ്ട് ഡോക്ടർ ഹുസൈൻ മടവൂർ. അതിൽ പ്രധാനമായും വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തിയതിനെയും കേരള സ്റ്റോറിയുടെ പ്രദർശനത്തെ കുറിച്ചടക്കം പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല, എല്ലാ ജനങ്ങളും വോട്ട് ചെയ്യണമെന്നുള്ള ആഹ്വാനം ഡോക്ടർ ഹുസൈൻ മടവൂർ നടത്തുന്നുണ്ട്. അങ്ങനെ വളരെ കാലികമായിരുന്നു നമസ്കാരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രഭാഷണവും. അതിനുശേഷം ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്തു നിന്ന് എല്ലാ വിശ്വാസികളും നമസ്കാരം കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങി പോവുകയാണ്. ഇതിനുശേഷം പല കുടുംബ വീടുകളും സന്ദർശിച്ചുകൊണ്ട് ഭക്ഷണങ്ങളും മറ്റും, വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും മറ്റും ആക്കിക്കൊണ്ട് ഈ 29 ദിവസങ്ങൾ നീണ്ട നോമ്പുകാലത്തിന്റെ ഒരു പരിസമാപ്തി കുറിക്കുകയാണ്. മാത്രമല്ല, ഈ 29 ദിവസം നീണ്ടുന്ന ഒരു നോമ്പുകാലം എന്ന് പറയുമ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഉഷ്ണമായിരുന്നു. 41-ലധികം ഉഷ്ണമുള്ള, അല്ലെങ്കിൽ ശരി മേഘന, അത് നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായതാണ്. കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ കടന്നുപോയ വിശ്വാസികൾ 29 ദിവസം പൂർത്തിയാക്കി ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഈദ്ഗാഹുകളിലും പള്ളികളിലുമെല്ലാം തന്നെ ഈദ് നമസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായി. വിവിധ മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ നടന്നു. സമകാലിക വിഷയങ്ങളിലടക്കമുള്ള വ്യക്തമായ പ്രതികരണങ്ങൾ അവരിൽ നിന്നുണ്ടായി. ഇപ്പോൾ വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇനി ചെറിയ പെരുന്നാൾ ആഘോഷത്തിൻ്റെ തിരക്കുകളാണ്.